എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ വെള്ളപ്പൂക്കളും ഇരിക്കുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്താണെന്നല്ലേ. ഒരു വെള്ളപ്പൂക്കളും ഇരിക്കുന്നുണ്ട്, അതുപോലെ തുളസി ഉണ്ട്. ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് മാല കെട്ടുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ധാരാളം പൂക്കളൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് അത് പിന്നെ ഒരു മാല കെട്ടാൻ അറിയുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവരും ഞാൻ ചെയ്യണത് വളരെ ശ്രദ്ധയോടെ കാണണം, അപ്പോഴാണ് നമുക്ക് പടിയുള്ളൂ. ആദ്യം നമ്മൾ കട്ടിയുള്ള ഒരു നൂല് എടുക്കണം കേട്ടോ. മറ്റേ മിഷനിൽ അടിക്കുന്ന നൂലൊന്നും എടുക്കരുത്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരുന്ന നൂലായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു നൂലിന്റെ ഇത് കിട്ടും വാങ്ങിക്കാൻ. അപ്പൊ അങ്ങനത്തെ വാങ്ങിച്ചിട്ട് നമുക്ക് മാല കെട്ടാം. അപ്പോ മുല്ലപ്പൂവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് മാല കെട്ടാനും ഒക്കെ പറ്റും കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് തുളസിയും ഈ വെള്ളപ്പൂക്കളും വെച്ചിട്ട് കെട്ടി തുടങ്ങാം കേട്ടോ. അപ്പൊ ആദ്യം ഈ നൂലിന്റെ തുമ്പ് ഇത്ര വിട്ടിട്ട് അവിടെ നിന്നാണ് നമ്മൾ കെട്ടാൻ തുടങ്ങുന്നത്. അപ്പൊ ആദ്യം നമ്മൾ മാല കെട്ടി തുടങ്ങുമ്പോ തുളസിയാണ് ആദ്യം എടുക്കുന്നത് നല്ലത്. അപ്പോ തുളസി എടുത്തിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്നോ, ഈ നാരിന്റെ മുകളിലൂടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പുറകിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ ഈ രണ്ട് വിരലിൽ ഇങ്ങനെ വെക്കുക. ഞാൻ ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കും. ഒപ്പം നിങ്ങൾ ഇങ്ങനെ വല്ല പൂക്കളില്ലെങ്കിൽ നമ്മൾ ഇലയോ തണ്ടോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ കെട്ടി നോക്കിയാൽ മതി. അപ്പൊ മനസ്സിലാക്കും. ഈ രണ്ട് വിരലില് ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കയറ്റുക. എന്നിട്ട് നമ്മൾ പതുക്കെ ഒന്ന് പിരിച്ചു കൊടുക്കുക. ഇനി ഞാൻ ഈ വെളുത്ത പൂക്കൾ എങ്ങനെ എടുക്കണം നോക്കാം. ആദ്യം ഈ വെളുത്ത പൂ ഇങ്ങനെ വെക്കുക, പിന്നെ ഒരു പൂവ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെയും വെക്കുക. എന്നിട്ട് നമ്മൾ ചെയ്ത പോലെ തന്നെ ഇതിന്റെ മുകളിലൂടെ ഇങ്ങോട്ട് ബാക്കിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ രണ്ട് വിരലില് ഇങ്ങനെ ഇത് പിടിക്കുക. നൂല് പിടിച്ചിട്ട് ഇതിനെ ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറ്റുക കേട്ടോ. എന്നിട്ട് പതുക്കെ ഒന്ന് വലിച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് മാല കെട്ടുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്കിനി വെള്ളപ്പൂവൊന്നും കൂടി എടുക്കാം. ഇതാ ഇങ്ങനെ മുകളിലൂടെ കൊണ്ടുവരുന്നു, ഇങ്ങനെ ബാക്കിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഇതാ ഇങ്ങനെ ആക്കി അത് ഉള്ളിലേക്ക് എടുക്കും കേട്ടോ. നമുക്കിത് 2 ദിവസം ഇങ്ങനെ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ. 2 ദിവസം നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ മാല കെട്ടാനായിട്ട് സാധിക്കും. നോക്കൂ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇതിന് ആദ്യം ഇങ്ങനെ എടുത്തു, ഈ ഒരു പൂവ് ഇങ്ങനെയും വെക്കാം, ഒരു പൂവ് ഇങ്ങനെയും വെക്കാം. എന്നിട്ടാണ് ഇങ്ങനെ എടുത്തിട്ട് ഇതിന്റെ മുകളിൽ കൂടെ അങ്ങനെ കൊണ്ടുവരണം. ഇത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. നമുക്കിത് കണ്ടുകൊണ്ട് ഇങ്ങനെ കെട്ടാൻ പഠിക്കണം കേട്ടോ നിങ്ങളൊപ്പം, എന്നാലേ പടിയുള്ളൂ. എന്നിട്ട് ഈ നാരിനെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ എടുക്കുക. ഇനി ഞാൻ ഒരു തുളസി അതുപോലെ വെക്കാം. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ വെക്കുന്നു. ഇത് മുകളിലൂടെ അങ്ങോട്ട് കൊണ്ടുവരിക. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ ഇതിന്റെ പുറത്തേക്ക് കൊണ്ടുവരിക കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. ഒരു തുളസിയും കൂടി വെക്കാം. ഒരു തുളസിയുടെ തല ആ ഭാഗത്തേക്കും വെക്കുക, ഒരു തുളസിയുടെ തല ഈ സൈഡിലേക്കും വെക്കുക കേട്ടോ. ഇനി ആദ്യം നമ്മൾ വെളുത്ത പൂവ് എടുക്കുക, ഒരു പൂവ് ഇങ്ങനെ വെക്കുക, ഒരു പൂവ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് അതിന്റെ മുകളിലൂടെ ഇങ്ങോട്ട് എടുത്തു, എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. ശ്രദ്ധിച്ചു നോക്കൂ. 1-2 പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. മുകളിലൂടെ കൊടുന്ന് ബാക്കിലേക്ക് കൊണ്ടുവന്നു, എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഉള്ളിലേക്ക് വിളിച്ചിട്ട് പതുക്കെ ഒന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ തുളസി എടുക്കുന്നു.